പ്രശസ്തയായ കർമ്മലീത്ത വിശുദ്ധയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ അഥവാ ആവിലായിലെ വിശുദ്ധ ത്രേസ്യ. കർമ്മല സഭയുടെ പുനരുദ്ധാരക, തിരുസഭയുടെ വേദപാരംഗത എന്നീ നിലകളിൽ ലോകം മുഴുവൻ പ്രശസ്തയാണ് കർമ്മലീത്ത സന്യാസിനിയും നിഷ്പാദക കർമ്മലീത്ത സഭയുടെ സ്ഥാപകയുമായ വിശുദ്ധ അമ്മ ത്രേസ്യ. അമ്മ ത്രേസ്യ എഴുതിയ കൃതികളിലൂടെയാണ് അവളുടെ ദൈവാനുഭവവും അവളിലെ മിസ്റ്റിക്കിനെയും നാം തിരിച്ചറിയുന്നത്. അമ്മ ത്രേസ്യയുടെ നൊവേന ദിവസങ്ങളിൽ ഓരോ പുസ്തകങ്ങളും നമുക്ക് പരിചയപ്പെടാം. 5 പുസ്തകങ്ങളും 7 ചെറുഗ്രന്ഥങ്ങളുമാണ് വിശുദ്ധ അമ്മ ത്രേസ്യ എഴുതിയിട്ടുള്ളത്. സ്വയംകൃത ചരിതം അഥവാ ആത്മകഥ, സുഹൃത സരണി, ദൈവസ്നേഹ ചിന്തകൾ, മഠസ്ഥാപന ചരിതം, ആഭ്യന്തര ഹർമ്മ്യം എന്നിവയാണ് പുസ്തകങ്ങൾ. മഠ സന്ദർശനക്രമം, സ്നേഹ നെടുവീർപ്പുകൾ, ആധ്യാത്മിക ദർശനങ്ങൾ, ആത്മീയ വിവരണങ്ങൾ, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ, കവിതകൾ, കത്തുകൾ എന്നിവയാണ് വിശുദ്ധയുടെ ചെറുകൃതികൾ. ആദ്യമായി വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ആത്മകഥ നമുക്ക് പരിചയപ്പെടാം. 1562 പുണ്യവതിയുടെ കുമ്പസാരക്കാരന്മാരുടെ ആവശ്യപ്രകാരം അമ്മ ത്രേസ്യ എഴുതിയതാണ് ദ ലൈഫ് ഓഫ് സിസ്റ്റർ ട്രീസ ഓഫ് ജീസസ് അഥവാ ഈശോയുടെ ത്രേസ്യയുടെ ജീവിതം. 1562 ആരംഭിച്ച രചന 1565 വിശുദ്ധ ത്രേസ്യ പൂർത്തീകരിച്ചത്. മോൺസിഞ്ഞോർ തോമസ് മൂത്തേടനാണ് 1977 മലയാളത്തിലേക്ക് വിശുദ്ധ ത്രേസ്യയുടെ ആത്മകഥ എന്ന പേരിൽ ഈ ഗ്രന്ഥം തർജ്ജമ ചെയ്തിരിക്കുന്നത്. മൗതിക ദൈവശാസ്ത്രത്തിൻ്റെ ഒരു കൃത്യതയാർന്ന പുസ്തകം പോലെയല്ല വിശുദ്ധ തൻ്റെ ആത്മകഥ എഴുതിയിരിക്കുന്നത്. പുണ്യവതിക്ക് അപ്പോൾ തോന്നിയ കാര്യങ്ങൾ അതേപടി വിവരിച്ചിരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ. അതുകൊണ്ട് ആവർത്തനങ്ങളുണ്ട്. ലിസ്യുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ സ്വയംകൃത ചരിതം പോലെ ആവിലായിലെ ത്രേസ്യയുടെ പുസ്തകം ലളിതമധുരമല്ല, മറിച്ച് ചിന്താസുന്ദരമാണ്. ഏകാഗ്രത, പാരവശ്യം, അരൂപിയുടെ പലായനം, ബുദ്ധിപരമായ ദർശനം, ആധ്യാത്മിക വിവാഹം, ദൈവൈക്യം മുതലായ മൗതിക പ്രതിഭാസങ്ങളും സ്വന്തം പരാജയങ്ങളുടെ ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന സ്വയംകൃത ചരിതം വിശുദ്ധ അഗസ്റ്റീനോസിന്റെ ഏറ്റുപറച്ചിൽ എന്ന പുസ്തകത്തോട് കിടപിടിക്കും. വേദപാരംഗതരായ കുരിശിന്റെ യോഹന്നാനും ഫ്രാൻസിസ് ഡി സെയിൽസും അൽഫോൺസ് ലിഗോരിയും പുണ്യവതിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വളരെയധികം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധയുടെ 50 വർഷത്തെ ചരിത്രമാണ് ആത്മകഥയിൽ ഉള്ളത്. ഭക്തി നിർഭരമായ ബാല്യകാലം, കൗമാരപ്രായത്തിൽ ദൈവത്തിൻ്റെ വഴിയിൽ നടന്നുപോയത്, തുടർന്നുള്ള മടങ്ങിവരവ്, കർമ്മല സഭയിൽ ചേർന്ന സന്യാസിനിയായതും കർമ്മല സഭ നവീകരിക്കാൻ ഒരുങ്ങിയതും, സഭയുടെ നവീകരണവും എതിർപ്പുകളും ആത്മീയ കഷ്ടതകളും പുണ്യവതിയുടെ വലിയ ആത്മീയ ചിന്തകളും അടങ്ങിയതാണ് വിശുദ്ധയുടെ ആത്മകഥ. ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിലയേറിയ സമ്മാനമാണ് അമ്മ ത്രേസ്യയുടെ ആത്മകഥ.